ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. ഫാദർ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ വരും. ഞാനൊരു കാര്യം ചോദിച്ചാൽ താങ്കൾക്ക് വിരോധം തോന്നുമോ? വിരോധം തോന്നാനിടയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരുന്നൂടെ ഫാദർ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്... ഒരു കാര്യം ചെയ്യാം, വിരോധം തോന്നിയാലും ഞാനത് പ്രകടിപ്പിക്കാതിരിക്കാം. ആരാണ് ഈ ബോബി? ബോബി എന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റാണ്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അയാളെ എത്ര കാലമായിട്ട് അറിയാം? പ്രശ്നം എന്താണ് ഫാദർ? അയാൾക്ക് മാനസികമായി വല്ല തകരാറും? ഫാദറിന് സംശയം തോന്നിയല്ലേ? അയാളെ പറ്റി ഇതേ സംശയം എനിക്കും തോന്നിയിട്ടുണ്ട്. ആണോ? ഞാൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും കണ്ണട ചെതിർക്കുക, അനാവശ്യമായി പൊട്ടിത്തെറിക്കുക, അങ്ങനെ ഒരു മനോരോഗിയുടെ പല പല ലക്ഷണങ്ങളും അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യെസ്, എനിക്കും അങ്ങനെ തോന്നി. വളരെ വിചിത്രമാണ് അയാളുടെ പെരുമാറ്റം. ഫാദറിനോട് എന്തെങ്കിലും? അങ്ങനെ പറയത്തക്കതായി ഒന്നുമില്ലെങ്കിലും പക്ഷെ അയാളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്താ സാർ ഇവിടെ? വെങ്കടേ, ഞാനൊരു വിഡ്ഢിയാണെന്ന് താൻ കരുതിയല്ലേ? സാമാന്യ വിവരമുള്ള ഒരു എഞ്ചിനീയർക്ക് ടെയിൽ റോട്ടർ പ്രോബ്ലം കണ്ടുപിടിക്കാൻ 2 മണിക്കൂർ മതി. എഞ്ചിന്റെ ഓവറോൾ ചെക്ക് ചെയ്യാൻ 5 മണിക്കൂർ മതി. സത്യം പറ, എന്താണ് കോപ്റ്ററിന് തകരാറ്? തകരാറ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു സാർ. ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് മാറ്റിയിരിക്കുന്നു. ആരോ മനഃപൂർവ്വം ചെയ്തതാണ് സാർ. ആര്? അതറിയില്ല. കുഴപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കരുതെന്ന് കരുതി ആരോ ചെയ്തതാണ്. ഇതിപ്പോ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാം? എനിക്കറിയാം സാർ. അതല്ലടോ, വേറെ ആർക്കെങ്കിലും? ഇപ്പൊ സാറിനും അറിയാം. എന്നാൽ ഇത് തൽക്കാലം മറ്റാരും അറിയണ്ട. അറിഞ്ഞാൽ അത് തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കും. ശരി സാർ. ഞാൻ തന്നെയാണ് ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് അഴിച്ചു മാറ്റിയത്. കുറ്റം എന്റെയാണ്. ഒരു ക്രിമിനലിനെ ജോലിക്ക് വെച്ച ഞാനാണ് വിധി. പക്ഷെ തനിക്ക് അശേഷം മനുഷ്യത്വമില്ലേ? എന്റെ പ്രശ്നങ്ങളൊക്കെ 100 വട്ടം പറഞ്ഞിട്ടും ഇത്രയും വലിയ വിശ്വാസവഞ്ചന എന്നോട് വേണമായിരുന്നു. ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കുന്നില്ല. പക്ഷെ കാരണം എനിക്കറിയണം. എന്തായിരുന്നു തന്റെ ഉദ്ദേശം? ഇങ്ങനെയൊന്ന് നശിപ്പിച്ചിട്ട് തനിക്ക് എന്താണ് ലാഭം? നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു തൽക്കാലം എനിക്ക് ഇവിടുന്ന് പോരാൻ നിവൃത്തിയില്ലാന്ന്. മനുഷ്യത്വം കാണിക്കാതിരുന്നത് എന്നോടാണ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചതല്ലേ, കേട്ടോ? അതുകൊണ്ട് പ്രതികാരം ചെയ്തു അല്ലേ? അല്ല, എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ആകാശത്ത് വെച്ച് അപകടമുണ്ടെന്ന് പറഞ്ഞതും ഹെലികോപ്റ്റർ കേടാണെന്ന് പറഞ്ഞിവിടെ ഇറക്കിയതും എല്ലാം മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ഞാൻ വിചാരണ നേരിടുന്ന കൊലക്കേസിൽ എനിക്കെതിരെ മൊഴി കൊടുത്ത പ്രധാന സാക്ഷി. ഒരിക്കൽ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ഒരുപാട് സ്വപ്നം കാണുകയും ചെയ്തിരുന്ന എന്റെ പെണ്ണ് സിസ്റ്റർ സെൻട്രല. വശ്യപ്പൊരുത്തം ഉൾപ്പെടെ 10 നക്ഷത്ര പൊരുത്തങ്ങൾ ഒത്തുചേർന്ന എന്റെ പെണ്ണ്. ജ്യോത്സ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ രണരണീഭാവം, ഉത്തമ ജാതകം. പേണിക്കാട്ട് വീട്ടിൽ കല്യാണിക്കുട്ടി അമ്മയുടെ ഭർത്താവിന്റെ പേര് ഈശ്വരനാമമാണ്. അദ്ദേഹം 65-ാം വയസ്സിൽ മരിച്ചു. 2 മക്കൾ. മൂത്തത് പെണ്ണ്. മകളും ഭർത്താവും മരിച്ചു. അവർക്ക് 2 മക്കൾ. മൂത്തതാണ് ബാബി എന്നീ അക്ഷരങ്ങളിലാണ് പേര്, അതായത് ബോബി. രണ്ടാമത്തത് പെണ്ണ്, ഒരു പുണ്യ നദിയുടെ പേര്, പഠിത്തത്തിൽ പിന്നോക്കം. ഒന്ന് നിർത്തേണ്ട വിനേട്ടാ, ബാക്കി ഞാൻ പറയാം. കല്യാണിക്കുട്ടി അമ്മയുടെ 2ാമത്തെ മകൻ രാജ്യം ഭരിക്കും, അതായത് കേന്ദ്രമന്ത്രി. പേര് ഷ ഖ ര എന്നീ അക്ഷരങ്ങളിൽ, അതായത് ശേഖരൻ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൻ, പേര് എളിമയുടെയും രാത്രി വെളിച്ചം തരുന്ന ഒന്നിന്റെയും പര്യായം, അതായത് വിനയചന്ദ്രൻ.
ജ്യോതിഷത്തിൽ അതിപ്രശസ്തനാകും എന്ന് സ്വയം ഒരു ധാരണ. എന്റെ മുത്തശ്ശി വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്നാ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. മുത്തശ്ശിക്കിപ്പോ ഗജകേസരി യോഗമാണ്. അതിന്റെ ഐശ്വര്യമായി കാണുന്നതൊക്കെ പേരക്കുട്ടികളുടെ മക്കളോടൊപ്പം വരെ സന്തോഷമായിട്ട് കഴിയാനുള്ള ആയുസുണ്ട്. അതെയോ? ആ, മുത്തശ്ശി ഒന്നും വിശ്വസിക്കണ്ട കേട്ടോ, ശുദ്ധ തട്ടിപ്പ. എന്നാ നിന്റെ കാര്യം പറയാം. എന്ന് കല്യാണം നടക്കും? നിനക്കെത്ര പിള്ളേരുണ്ടാവും? അവരുടെ പേരെന്താ? ആ വിരളിയും കാണിച്ചേ. വേണ്ട വേണ്ട, എന്നിട്ടെന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയാനല്ലേ? അവൻ നിന്നെ തന്നെ കെട്ടു. എന്നിട്ട് ഇന്നലെ ലണ്ടനിൽ കൂടെ പഠിച്ച മാതാമ്മയുടെ തോളത്ത് കയറ്റിക്കുന്ന ഫോട്ടോ കാണിച്ച് അവളെ കെട്ടാൻ പോണെന്ന് പറഞ്ഞതോ? അത് നിന്നെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ? എന്നാ പോയി അവളുടെ വിരലടയാളം എടുത്ത് ജാതകം നോക്കിയാൽ മതി. നിന്റെ വിരലടയാളം എടുത്ത് നോക്കാമോ? നോക്കട്ടെ. ഈ കുട്ടികളുടെ ഓരോരോ കാര്യങ്ങള് വളർന്നു എന്നുള്ള ബോധം രണ്ടെണ്ണത്തിനും ഇല്ല. വയസ്സായി എന്നുള്ള തോന്നല് മുത്തശ്ശിക്കുമില്ല. എന്തിനായി പിള്ളേരുടെ പിറകെ എങ്ങനെ നടന്നു ഓടുന്നേ? ആര് പറഞ്ഞു എനിക്ക് വയസ്സായിന്ന്? അത് നിന്റെ തോന്നലാ. കൂട്ടുകാരന്റെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കലേട്ടോ. ഓ, ഫീൽ ചെയ്തു. ദേ കേട്ടോ കുട്ടി, എന്താ പേരെന്ന് പറഞ്ഞേ? നമ്പിടി, ദാമോദരൻ നമ്പിടി. ആ, നമ്പിടി. ചിട്ടയും മുറയൊക്കെ ആയിട്ട് ജീവിച്ചത് കാരണം ദൈവം തമ്പുരാൻ എനിക്ക് കുറച്ച് ആരോഗ്യ ആയുസും ഒക്കെ തന്നു. തറവാടിന്റെ സുഹൃതം. ദേ ഇവരൊക്കെ എന്റെ കൊച്ചുമക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സൂക്ഷിപ്പില്ല. അതെ അതെ, ഈ കാണുന്നൊന്നും അല്ല ഉരുപ്പടി, പക്ക ഓർത്തഡോക്സ്. ഷെല്ലി, നീ ഒരു നസ്രാണിയാണെന്ന് കാണും അറിഞ്ഞ ഈ പടിക്കകത്ത് കാലുകുത്താൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നമ്പടിയായിട്ട് എന്റെ കൂടെ വാ. നിനക്കെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടായല്ലേ? ഹാ, എന്തോന്ന് ബുദ്ധിമുട്ടടാ. അമ്മാവനൊന്നും വന്നോട്ടെ. ആ, ഇനി നിങ്ങൾ റെസ്റ്റ് ഹൗസിലോ മറ്റോ പോയി തങ്ങിക്കൂ. നാളെ രാവിലെ 10 മണിക്ക് വന്നാൽ മതി. അല്ല സർ, സാറിന് പ്രൊട്ടക്ഷൻ തരുന്ന ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ? എടോ, ഇവിടെ എന്റെ അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ഉള്ളൂ. അവരാരും എന്നെ കടിച്ചു തിന്നാനൊന്നും പോണില്ല. എന്നാലും സർ. എന്താ ശേഖര ഇവന്റെ പേര്? ജോൺ തോമസ്. ശേഖര, അന്തസ്സുള്ളൊരു തറവാടാണിത്. അതെ അതെ, കുടുംബകാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനിടെ നിങ്ങളുടെ സെക്യൂരിറ്റി ഒന്നും വേണ്ട, പ്രൊട്ടക്ഷനൊക്കെ ഞാനിവിടെ നിന്ന് കേന്ദ്രമന്ത്രിയായിട്ട് പുറത്തോട്ടിറങ്ങും മതി. ചെല്ലേ? ഓക്കെ സർ. ഓക്കെ, വാമേ. ആ, സുഖാണോ മോളെ? ആ, അമ്മേ, ഞാൻ നമ്മുടെ പുത്തമ്പേട്ടിലെ രാമകൃഷ്ണനെ ഡൽഹി വെച്ച് കണ്ടു. പുറത്തോട്ടോ മറ്റോ പോവാന്നോ? വിടറാവളെ. ഞാനുള്ള തമ്പ് ഇംപ്രഷൻ എടുക്കാൻ. എടാ, കഴിഞ്ഞ മാസം ഞാൻ ഡൽഹി വെച്ച് നടത്തിയ ഇഫ്താർ പാർട്ടിയില് നീ ഒരു IAS കാരന്റെ ഭാര്യയുടെ കയ്യെ കയറി പിടിച്ചതിന്റെ ഇംപ്രഷൻ ഇതുവരെ തീർന്നിട്ടില്ല. ഇതിനാണോടാ നിന്നെ ഞാൻ ലണ്ടനിൽ വെച്ച് പഠിപ്പിച്ചത്? അത് അച്ഛന്റെ ഇഷ്ടം, ഇതെന്റെ ഇഷ്ടം. ഇതെന്റെ ഇഷ്ടം.